വെൽക്കം ടു അവർ ചാനൽ മമ്മ ആൻഡ് മീ. എന്റെ പേര് തമന്ന. എന്റെ പേര് ശ്രുതി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻകേക്ക് അല്ല, പാൻകേക്ക്. പാൻകേക്സ് തനു അധിക ഫ്രൈഡേസും ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തമന്നയുടെ വകയാണ്, നമ്മുടെ തനുമോള വക. അവള് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒറ്റക്കൊന്ന് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തനു, സാധാരണ പാൻകേക്സ് ഇങ്ങനെ ഫ്ലഫി ആവാറില്ലല്ലോ, പക്ഷെ തനുവിന്റെ പാൻകേക്സ് ഇങ്ങനെ ഫ്ലഫി ആവുന്നത്? കാരണം നോർമൽ പാൻകേക്സിൽ എല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇതിലാണെങ്കിൽ എഗ് വൈറ്റ്സും എഗ് യോക്സും സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഫ്ലഫി ആവുന്നത്. അപ്പം അതാണ് അതിന്റെ ടിപ്പ്. അറിഞ്ഞോർക്ക് എല്ലാവരും മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. കാരണം നല്ല കാണാനും നല്ല ഭംഗിയാണ്, തിന്നാനാണെങ്കിൽ അതുപോലെ ടേസ്റ്റിയാണ്. അപ്പൊ നമ്മളെ മക്കൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സിറപ്പ് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്താണോ, ഇപ്പൊ ചോക്ലേറ്റ് ആണെങ്കിൽ അല്ലെ മേപ്പിൾ സിറപ്പ്, ഹണി, ബട്ടർ എല്ലാം യൂസ് ചെയ്തിട്ട് അവർക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും അല്ലെ. അത് നമ്മള് വേണമെന്നില്ല, ഇവര് തന്നെ ഉണ്ടാക്കി അവര് തന്നെ കഴിച്ചും കൊള്ളൂ അല്ലേ. തനു ഇപ്പൊ മുട്ടയുടെ കാര്യം പറഞ്ഞു, വേറെ എന്തൊക്കെയാ വേണ്ടത്? ഇതിന് പാല് വേണം, പഞ്ചസാര വേണം, മൈദ വേണം, പിന്നെ വെനില എസൻസ്. ഇത്ര സാധനങ്ങളെ വേണ്ടും. പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എഗ് വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്ത് എഗ് വൈറ്റ്സ് ഒന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസ് കാണാൻ തന്നെ ഉണ്ടാവും. ശരിക്കും സാധാരണ പാൻകേക്സ് നമ്മൾ തിന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് പാൻകേക്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ കാണാം. 1/2 കപ്പ് മൈദ, 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 40 ml പാല്, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വെനില. ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ള അതിലെ യോക്സും വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. തനു ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ എഗ് യോക്സ് ആദ്യം ഇടും, അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ പാലും ഇട്ടിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലവർ ഇടും, അതും മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ വെനില എസൻസും കൂടെ ചേർക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യും അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഗ് യോക്സ് ഇതാക്കി അതൊന്ന് ബീറ്റ് ചെയ്തിടണം. മെല്ലനെ പാൽ ആഡ് ചെയ്ത് ഇനി മെല്ലെ ഫ്ലോർ ആഡ് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് പാരന്റ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നല്ല അടിപൊളി പാൻകേക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ തന്നെ തരാറുള്ള പോലെ. ഇനി വാനില എസൻസ് ആഡ് ചെയ്യണം. ഇതിപ്പോ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്തായാലും എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ്സ് ഷുഗറും ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം എഗ് വൈറ്റ്സ് ആഡ് ചെയ്യാം, എന്നിട്ട് അത് ബീറ്റ് ചെയ്യാം. ഇത് സ്റ്റിഫ് പീക്സ് ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി പഞ്ചസാര 3 പാർട്സ് ആയിട്ട് ആഡ് ചെയ്യാം. എഗ് വൈറ്റ്സും ഷുഗറും കുറച്ച് നന്നായിട്ട് ബീറ്റ് ആവണം. നമ്മളിപ്പോ ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ആ മിക്സറിന്റെ മുകളിൽ ആ പീക്സ് നമ്മൾ സ്റ്റിഫ് ഇങ്ങനെ വീണ് പോകില്ല, അതിങ്ങനെ സ്റ്റിഫായി നിൽക്കും. അതുപോലെ നന്നായിട്ട് ബീറ്റ്. ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആവണം. ഉണ്ടോ? ആ പീക്സ് വീണ് പോകുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നല്ല സ്റ്റിഫ് നല്ലോണം അടിച്ച് പതച്ച മുട്ടയുടെ വെള്ളം നന്നായി പതപ്പിക്കണം. എന്നിട്ടാണ് നമ്മളിത് ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് എഗ് വൈറ്റ്സ് എഗ് യോക്സിലേക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എഗ് വൈറ്റ്സ് മെല്ലെ ഇതിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കും അല്ലേ. സ്പീഡായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീഡായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീഫ്ലേറ്റ് ആയിട്ട് ലിക്വിഡി മിക്സ്ചർ പോലെ ഉണ്ടാവും. നമ്മള് പാനിലിടും സാധാരണ ഒരു പാൻകേക്ക് പോലെയാവും. നമ്മൾ ഈ എഗ് വൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത്. ഇതെങ്ങനെയാ തനു ഈ എഗ് വൈറ്റ്സ് ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്നത്? സ്റ്റിഫായി നിൽക്കുന്ന അത് നമ്മള് ബീറ്റ് ചെയ്യുമ്പോ എയർ അതിന്റെ ഉള്ളിലേക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട്. എഗ് വൈറ്റ്സിന്റെ ഇതിലേക്ക് എയർ ബീറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഫ്ലഫി ആയി നിൽക്കുന്നത്. ആ എയർ മിക്സ് ചെയ്ത് പോകാണ്ട രീതിയിൽ നമുക്കിത് ഇനി പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലായിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ടിഷ്യൂ കൊണ്ട് തുറക്കണം. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് പാനിലേക്ക് ഇടാം. നല്ല റൗണ്ട് ആയിട്ട് വരും. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി. നമ്മളിപ്പം 3 പാൻകേക്സ് ആണ് ഉണ്ടാക്കുന്നത് ഒരു സമയത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടി ഇടും, അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം സൈഡിൽ, അപ്പോൾ അത് നല്ലോണം കുക്കായിട്ട് വരും. ഇനി നമുക്ക് പാൻ കൊണ്ട് ഒരു മൂടിയൊക്കെ കുറച്ച് ഒരു 2-3 മിനിറ്റ് കുക്കാവുന്ന വരെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. ഇപ്പൊ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് കൂടെ പിന്നെയും വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തിന്നാം. ടോപ്പിങ്സ് ഇട്ടിട്ട് നമുക്ക് തിന്നാം. നല്ല ഫ്ലഫി ആയിട്ട് കുക്കായിട്ടും ഉണ്ട്. നല്ല രസമില്ലേ കാണാൻ? ആദ്യക്ക് എന്താ ഇഷ്ടം? ആദ്യകൂട്ടനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യക്ക് എന്താ ഇഷ്ടം? പാൻകേക്ക് ആണോ അല്ലെങ്കിൽ പില്ലോ ആണോ? ഇത് നമ്മുടെ സൂപ്പർ ഫ്ലഫി പാൻകേക്സ്. ഇനി നമുക്ക് തന്നെ ബട്ടർ എടുത്തിട്ട് മെഴുതട്ടെ. നമ്മുടെ ഫ്ലഫി പാൻകേക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ടോപ്പിംഗ്സ് എന്തൊക്കെയുണ്ട്? ആദ്യം മേപ്പിൾ സിറപ്പ് ഉണ്ട്, ഹണി ഉണ്ട്, റാസ്ബെറീസ് ആൻഡ് ബ്ലൂബെറീസ് ആൻഡ് ചോക്ലേറ്റ്. ആദ്യം ഏതാ വേണ്ടേ? ആദ്യം നമുക്ക് മേപ്പിൾ സിറപ്പ് കൂടെ. തരുണോ? ചോക്ലേറ്റ്. ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. തരുണ ചോക്ലേറ്റ് ഇല്ലേ വേണ്ടേ? അപ്പൊ നമുക്ക് മക്കൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് യൂസ് ചെയ്തിട്ട് പാൻകേക്ക് കഴിക്കാം. ആദ്യക്കോ? മേപ്പിൾ സിറപ്പ്. മേപ്പിൾ സിറപ്പ്. അതിക്ക് ബ്ലൂബെറീസ് ഇഷ്ടമല്ലേ? ആദ്യക്ക് ബ്ലൂബെറീസ് കുറച്ചിട്ട് 2 1 and 2. ഓക്കെ. എനിക്ക് റാസ്ബെറീസ് വേണം. തന്നെയുള്ള റാസ്ബെറീസ് കഴിക്കാം. അപ്പൊ കഴിച്ചു നോക്കിട്ട് പറ തനുമോളുടെ എങ്ങനെയുണ്ട് ഫ്ലഫി പാൻ? പറ ആദി. അപ്പൊ ആദ്യം തന്നെ നല്ല ഫ്ലഫിയാണ്, ഉള്ളില് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കുക്കായിരുന്നു. ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പൊ ഈ സിമ്പിൾ ട്യൂട്ടോറിയൽ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് വന്ന്. അപ്പൊ തന്നോട് താങ്ക്സ് പറ. തന്നല്ലേ ഉണ്ടാക്കി തന്നെ. യു വെൽക്കം. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം ഈ ഫ്ലഫി പാൻകേക്ക്. മക്കൾക്കൊക്കെ ഇഷ്ടാവും. അപ്പൊ ബൈ ഫ്രം Mama and me. ബൈ ബൈ.